വെൽക്കം ബാക്ക് ടു BSc പീഡിക. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2025 ജൂൺ മാസത്തെ 4ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ ജൂൺ മാസത്തെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആദ്യത്തേത് 2025 ജൂൺ 12 അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനമാണ് ബോയിങ് 787-8 ഡ്രീം ലൈനർ. 2025 ജൂൺ 12 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനമാണ് ബോയിങ് 787-8 ഡ്രീം ലൈനർ. ഇതെന്ന് നടന്നുവെന്നും എവിടെ വെച്ച് നടന്നുവെന്ന് ഓർത്ത് വെക്കുക. 2025 ജൂൺ 12 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. ഈ അപകടത്തിൽ അന്തരിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി. അപ്പോൾ 2025 ജൂൺ 12 ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ അന്തരിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി. അടുത്തത്, ഇതുവരെയുള്ള എല്ലാ ഫിഫ ലോകകപ്പിലും യോഗ്യത നേടിയ ഏക ടീം ബ്രസീലാണ്. ഇതുവരെയുള്ള എല്ലാ ഫിഫ ലോകകപ്പിലും യോഗ്യത നേടിയ ഏക ടീം ബ്രസീലാണ്. 1930 ഫസ്റ്റ് നടന്ന ഫിഫ വേൾഡ് കപ്പ് മുതൽ 2026 നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് വരെ എല്ലാത്തിലും ക്വാളിഫൈ ചെയ്ത ഏക ടീമാണ് ബ്രസീൽ. ഏറ്റവും കൂടുതൽ ലോകകപ്പ് കിരീടം നേടിയ ടീം ബ്രസീലാണെന്ന് ഓർത്തു വെക്കുക. ഇനി 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് USA, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലായാണ്. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് 3 രാജ്യങ്ങളിലാണ്. USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണെന്ന് കൂടി ഓർത്തു വെക്കുക. അടുത്തത് നമുക്കറിയാവുന്ന ഒരു പുസ്തകമാണ്. അറബി ഭാഷയിലേക്ക് കൂടി പരിഭാഷപ്പെടുത്തിയ ഇന്നസെൻറ്റിൻ്റെ പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി. അറബി ഭാഷയിലേക്ക് കൂടി പരിഭാഷപ്പെടുത്തിയ ഇന്നസെൻറ്റിൻ്റെ പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി. പരിഭാഷപ്പെടുത്തിയത് യൂസുഫ് സാഹിബാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം അറബി ഭാഷയിലേക്ക് കൂടി പരിഭാഷപ്പെടുത്തിയത്. ഓർക്കുക, ഓൾറെഡി ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ ഇത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത് അറബി ഭാഷയിലേക്ക് കൂടി വന്നുവെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 2025 1ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 2025 1ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡാണ്. 2ാം സ്ഥാനം ഫിൻലൻഡ്, 3ാം സ്ഥാനം നോർവയ്ക്ക്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 131. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131. ഈ റാങ്ക് പ്രസിദ്ധീകരിക്കുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ആണെന്ന് ഓർക്കുക. സ്ത്രീയും പുരുഷനും ഇടയിലുള്ള സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത് തുടങ്ങിയവയിലുള്ള വ്യത്യാസമാണ് ഇതിലൂടെ അറിയാൻ സാധിക്കുന്നത്. ഇൻഡെക്സ് എപ്പോഴും 0യ്ക്കും 1നും ഇടയിലാണ് രേഖപ്പെടുത്തുന്നതെന്നുകൂടി ഓർത്തു വയ്ക്കുക. അടുത്തത്, 2025 ലോക രക്തദാതാക്കളുടെ ദിനത്തിൻ്റെ പ്രമേയം ഗിവ് ബ്ലഡ്, ഗിവ് ഹോപ്പ്, ടുഗദർ വി സേവ് ലൈവ്സ് എന്നാണ്. 2025 ലോക രക്തദാതാക്കളുടെ ദിനത്തിൻ്റെ പ്രമേയം ഗിവ് ബ്ലഡ്, ഗിവ് ഹോപ്പ്, ടുഗദർ വി സേവ് ലൈവ്സ്. അതായത് രക്തം നൽകൂ, പ്രത്യാശ നൽകൂ, ഒരുമിച്ച് നമുക്ക് ജീവൻ രക്ഷിക്കാമെന്നുള്ളതാണ്. അടുത്തതൊരു പദ്ധതിയാണ്. ഓണക്കാലത്ത് സുരക്ഷിത പച്ചക്കറി ഉൽപ്പാദനം വീട്ടുവളപ്പിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി. ഓണക്കാലത്ത് സുരക്ഷിത പച്ചക്കറി ഉൽപ്പാദനം വീട്ടുവളപ്പിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി. ഈ പദ്ധതി വർഷങ്ങളായി നടന്നു വരുന്ന പദ്ധതിയാണ്. ഇത് 2025 അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക. അടുത്തതൊരു സൈനിക ആക്രമണമാണ്. 2025 ജൂണിൽ ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. 2025 ജൂണിൽ ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇസ്രയേൽ എന്ന രാജ്യം ഇറാനെതിരെ നടത്തിയ സൈനിക ആക്രമണമാണെന്ന് ഓർത്തുവെക്കുക. അടുത്തതൊരു അവാർഡാണ്. 2025 ദസ്തേവ്സ്കി സ്റ്റാർ അവാർഡിന് അർഹനായി ഇന്ത്യൻ എഴുത്തുകാരൻ ജാവേദ് അക്തർ. 2025 ദസ്തേവ്സ്കി സ്റ്റാർ അവാർഡിന് അർഹനായി ഇന്ത്യൻ എഴുത്തുകാരൻ ജാവേദ് അക്തർ. ഈ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ജാവേദ് അക്തർ. അടുത്തതൊരു പദ്ധതിയാണ്. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. ഇതുവഴി വയോജനങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും യുവാക്കളുമായുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കുന്നതാണ്. ഫോൺ എ ഫ്രണ്ട് എന്ന രീതിയിലായിരിക്കും ഈ പദ്ധതി ആവിഷ്കരിക്കുന്നതെന്നുകൂടി ഓർത്തു വയ്ക്കുക. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. അടുത്തത്, സംയുക്ത സൈനിക അഭ്യാസമായ ശക്തി 2025 വേദി ഫ്രാൻസിലെ ലാ കവാലേരിയാണ്. സംയുക്ത സൈനിക അഭ്യാസമായ ശക്തി 2025 വേദി ഫ്രാൻസിലെ ലാ കവാലേരിയാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൈനിക അഭ്യാസമാണെന്നും ഇത് 8ാമത്തെ എഡിഷൻ ആണെന്നും കൂടി ഓർത്തു വയ്ക്കുക.
അടുത്തത് 2025 മുതൽ 35 വരെയുള്ള കാലയളവിനെ ഹൈഡ്രോ പവർ ദശകമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. 2025 മുതൽ 35 വരെയുള്ള കാലയളവിനെ ഹൈഡ്രോ പവർ ദശകമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അടുത്തതൊരു നിയമനമാണ്. 2025 ഇ സ്പോർട്സ് വേൾഡ് കപ്പിൻ്റെ ഗ്ലോബൽ അംബാസഡറായി നിയമിതനായത് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2025 ഇ സ്പോർട്സ് വേൾഡ് കപ്പിൻ്റെ ഗ്ലോബൽ അംബാസഡറായി നിയമിതനായത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ആഗോളതലത്തിൽ ഇ സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു NGO ആണിത്. റിയാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള NGO ആണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ 2025 ഇ സ്പോർട്സ് വേൾഡ് കപ്പിൻ്റെ ഗ്ലോബൽ അംബാസഡറായി നിയമിതനായത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്തത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. ഇതുവഴി കുട്ടികൾക്കിടയിലുള്ള മാനസിക സംഘർഷം, ലഹരിക്കടിമയാകുക, സൈബർ ചതികൾ തുടങ്ങിയവ തടയാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതെന്ന് ഓർക്കുക. അടുത്തത് ലോക്പാലിൻ്റെ പുതിയ മോട്ടോ എംപവർ സിറ്റിസൺസ് എക്സ്പോസ് കറപ്ഷൻ. ലോക്പാലിൻ്റെ പുതിയ മോട്ടോ എംപവർ സിറ്റിസൺസ് എക്സ്പോസ് കറപ്ഷൻ. പൗരന്മാരെ ശാക്തീകരിക്കുക, അഴിമതി തുറന്നു കാട്ടുക എന്നുള്ളതാണ്. ലോക്പാലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ലോക്പാൽ നിയമം നിലവിൽ വന്നത് 2014 ജനുവരി 16 ഓർക്കുക. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ആദ്യത്തേത് 2025 ജൂൺ 12 അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം ബോയിങ് 7878 ഡ്രീം ലൈനർ. ഇതുവരെയുള്ള എല്ലാ ഫിഫ ലോകകപ്പിലും യോഗ്യത നേടിയ ഏക ടീം ബ്രസീൽ. അറബി ഭാഷയിലേക്ക് കൂടി പരിഭാഷപ്പെടുത്തിയ ഇന്നസെൻറ്റിൻ്റെ പുസ്തകം ക്യാൻസർ വാർഡിലെ ചിരി. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡ്. രണ്ടാം സ്ഥാനത്ത് ഫിൻലൻഡ്. 3 നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 131. 2025 ലോക രക്തദാതാക്കളുടെ ദിനത്തിൻ്റെ പ്രമേയം ഗീവ് ബ്ലഡ്, ഗീവ് ഹോപ്പ്, ടുഗദർ വി സേവ് ലൈവ്സ്. രക്തം നൽകൂ, പ്രത്യാശ നൽകൂ, ഒരുമിച്ച് നമുക്ക് ജീവൻ രക്ഷിക്കാം. ഓണക്കാലത്ത് സുരക്ഷിത പച്ചക്കറി ഉൽപ്പാദനം വീട്ടുവളപ്പിൽ ഉറപ്പാക്കുന്ന പദ്ധതി ഓണത്തിന് ഒരു മുറം പച്ചക്കറി. 2025 ജൂണിൽ ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. 2025 ദസ്തോവിസ്കി സ്റ്റാർ അവാർഡിന് അർഹനായ ഇന്ത്യൻ എഴുത്തുകാരൻ ജാവേദ് അക്തർ. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതി സല്ലാപം. സംയുക്ത സൈനിക അഭ്യാസമായ ശക്തി 2025 വേദി ഫ്രാൻസിലെ ലാ കവാലേരെ. 2025 മുതൽ 35 വരെയുള്ള കാലയളവിനെ ഹൈഡ്രോ പവർ ദശകമായി ആചരിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ്. 2025 ഇ സ്പോർട്സ് വേൾഡ് കപ്പിൻ്റെ ഗ്ലോബൽ അംബാസഡറായി നിയമിതനായത് ക്രിസ്ത്യാനോ റൊണാൾഡോ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. ലോക്പാലിൻ്റെ പുതിയ മോട്ടോ എംപവർ സിറ്റിസൺസ് എക്സ്പോസ് കറപ്ഷൻ. പൗരന്മാരെ ശാക്തീകരിക്കുക, അഴിമതി തുറന്നു കാട്ടുക. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഓർത്ത് വയ്ക്കുക, നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്